ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി സർവീസ് ജൂൺ 15-നാണ് കോട്ടയം KSRTCയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തത്. ജില്ലയിലെ സ്ത്രീ യാത്രികർ ഏറെ ആവേശത്തോടെയാണ് പദ്ധതിയെ സ്വാഗതം ചെയ്തത്. ഒരു മാസമാകുമ്പോൾ പ്രിയദർശിനി യാത്രാ പദ്ധതി വളരെ പ്രയോജനകരമാണെന്ന് യാത്രക്കാർ പറയുന്നു. നല്ല ഉപകാരമാണ്. വീട്ടമ്മമാർക്ക് എല്ലാവർക്കും നല്ലതാണ്. എല്ലാവർക്കും സന്തോഷമുണ്ട്. ഗവൺമെന്റ് നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത്. ലേഡീസ്ക്ക് എല്ലാവർക്കും കുഴപ്പമില്ല, നല്ലതാണ്. പ്രയോജനം ചെയ്യുന്നുണ്ട്. സൗജന്യ യാത്ര സുരക്ഷിതമായ യാത്ര കൂടിയാണെന്ന് വിദ്യാർത്ഥിനികളും അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ പ്രിയദർശിനി യാത്രാ പദ്ധതി വൻ വിജയമായിരുന്നെന്ന് KSRTC ഡിപ്പോ അധികൃതർ വെളിപ്പെടുത്തി. ഇരുകൈയും നീട്ടിയാണ് സ്ത്രീ യാത്രികർ പദ്ധതിയെ സ്വീകരിച്ചതെന്ന് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ KJ മനോജ് പറഞ്ഞു. 22 ബസ്സുകളാണ് ജില്ലയിൽ KSRTCയുടെ പ്രിയദർശിനി യാത്രാ പദ്ധതിക്കായി ഓടുന്നത്. ഇതിൽ ദീർഘദൂര ബസ്സുകളും ഉൾപ്പെടും. ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളുടെ കളക്ഷനിൽ നേരിയ ഇടിവ് മാത്രമാണ് ഉണ്ടായത്. അതേസമയം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രിയദർശിനി സർവീസുകൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ബസ്സുകളും സർവീസുകളും ലഭിച്ചാൽ പ്രിയദർശിനി സർവീസുകൾ ആരംഭിക്കാൻ ഡിപ്പോ തയ്യാറാണെന്നും KJ മനോജ് വ്യക്തമാക്കി. ലേഡീസ് പലരെയും അഭിപ്രായം നമ്മൾ ജാനകളൊക്കെ കാണുന്നതല്ലേ, ഈ ലേഡീസിന്റെ അഭിപ്രായങ്ങളാണ്. ഇവിടെ മികച്ച പ്രതികരണമാണ് നമുക്കുള്ളത്. ഇത് നമ്മുടെ മറ്റ് സർവീസുകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിയ വ്യത്യാസങ്ങൾ ഫാസ്റ്റിന്റെ കഷ്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത് വലിയ പ്രശ്നങ്ങളുള്ളതല്ല, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം കൂടുതൽ നമ്മുടെ MC റോഡിൽ ഓടുന്ന വണ്ടികൾക്കാണ് ചെറിയ കളക്ഷൻ വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണ്. എങ്ങനെ നമുക്ക് പ്രിയദർശിനി ദീർഘദൂര വണ്ടികളുള്ളതെന്ന് പറഞ്ഞാൽ കുമ്മി സെക്ടറിലേക്ക് നമുക്ക് 3 വണ്ടിയും 6 ചാലുമുണ്ട്. പിന്നെ ഒരു കട്ടപ്പന സർവീസ് ഉണ്ട്, ലോങ് ട്രിപ്പ് പറയുന്നത്. പിന്നെ ഒരു 3 ഉണ്ട്. സർവീസ് നമുക്ക് വണ്ടികൾ ലഭ്യമാക്കി കഴിഞ്ഞാൽ ചീഫ് ഓഫീസർ അനുമതി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് റൂട്ടിലേക്ക് കൊണ്ടുപോകാം. ജീവനക്കാരെയും കിട്ടും. നമ്മൾ തയ്യാറാണ്. കാരണം നമുക്ക് ലാഭമുള്ള സർവീസ് തന്നെയാണ്. കാരണം ഇപ്പിക്കാൻ നല്ല വ്യത്യാസമുണ്ട്. ഓർഡിനറി സർവീസിനെല്ലാം നല്ല വേരിയേഷൻ ഉണ്ട്. അതേസമയം പ്രിയദർശിനി സർവീസുകൾ ആരംഭിച്ചതു മുതൽ തങ്ങളുടെ കളക്ഷനിൽ വൻ ഇടിവുണ്ടായെന്നാണ് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പറയുന്നത്. ബസ് സർവീസുകൾ നഷ്ടത്തിലാണെന്നും സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം 8-ന് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.